നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഐശ്വര്യ എന്ന സ്ഥാനമേറ്റ് ആദ്യം ഒപ്പുവെച്ച ഫയല് അരവിന്ദനെ പിരിച്ചുവിടുന്നായിരുന്നു. ശ്യാമേ, ഞാൻ വീട് വരെ പോവാ. അവരെ കൊണ്ട് ഇന്ന് രാത്രി തന്നെ അരവിന്ദേട്ടനെ ഞാൻ തിരിച്ചെടുപ്പിക്കും. സർ സർ ഇത് എനിക്ക് വിട്ടേക്കോ, ഞാൻ നോക്കിക്കോളാം. അമ്മേ, അരുണിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് തോന്നുന്നു അമ്മേ. എന്താ മോനെ? അമ്മേ, അവനിപ്പോ ആകെ ഡിപ്രസ്ഡാ. ഓഫീസിൽ മിക്കവാറും കാണാറില്ല. ഇന്നലെ ആണെങ്കിൽ കുറച്ചു നേരം സീറ്റിൽ ഇരുന്നിട്ട് പോയി. എന്റെ സംശയം ബലപ്പെടും അമ്മേ. എന്ത് സംശയം? അശ്വതിയെക്കുറിച്ചുള്ള സത്യങ്ങൾ അവൻ അറിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം. അതായത് അവന്റെ കാമുകയായിരുന്ന അഭിരാമിയാണ് ഇപ്പോഴത്തെ അശ്വതി എന്നുള്ളത് അവൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അമ്മേ. ഈശ്വരാ, ഇന്ന് ഞാൻ അവനൊന്ന് ഫോളോ ചെയ്തു. എന്നിട്ട് അവനൊരു അമ്പലത്തിൽ വെച്ച് കണ്ടു. അശ്വതിയുടെ വീടിനടുത്തുള്ള ഒരു അമ്പലമായിരുന്നു അത്. ദൈവമേ. അമ്മേ, എൻ്റെ തോന്നലാണ്. അവൻ എവിടെയെങ്കിലും വെച്ച് അവളെ കണ്ടു കാണും. അതിനെ തുടർന്നുള്ള അന്വേഷണം ഇപ്പം അവൻ നടത്തുന്നത്. നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടിയാവുകടാ. അമ്മേ, പേടിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. പറ്റുമെങ്കിൽ അച്ഛനോട് പറഞ്ഞ് അവനെ മുംബൈയിലേക്ക് മാറ്റണം. അതെന്തിനാ ആദ്യേട്ടാ അരുണിനെ മുംബൈയിലേക്ക് മാറ്റുന്നേ? അത് എന്താ അമ്മേ, ആദ്യേട്ടൻ എന്താ പറയുന്നേ? ഏയ് ഒന്നുമില്ല മോളെ, നമ്മുടെ മറ്റ് ഓഫീസുകളൊക്കെ സ്ട്രോങ് ആക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതാ. ആദ്യേട്ടാ, കമ്പനിയിൽ ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന എന്നോടല്ലേ അത് ആദ്യം ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോ എന്തോ ഗൂഢാലോചന നടക്കുന്ന പോലെയാ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്ത് കൂടാലോചന? ഞാൻ കാര്യങ്ങളൊക്കെ അമ്മയോട് സംസാരിച്ചതാ, അത്രേ ഉള്ളൂ. ആദ്യേട്ടന് അരുണിനോട് എന്തോ ഇഷ്ടക്കേടുണ്ട്. അതിന്റെ ദേഷ്യത്തില് ട്രാൻസ്ഫർ ചെയ്യിക്കാൻ നോക്കാണോ അമ്മ? മോളെ പറഞ്ഞില്ലേ, അതിനെക്കുറിച്ചൊന്നും അല്ല സംസാരിച്ചേ. അത് പോട്ടെ, മോൾ അമ്മയ്ക്കൊരു വാക്ക് തന്നിരുന്നു. അതിന്റെ കാര്യം ഓർമ്മയുണ്ടോ? അത് ഞാൻ മറക്കും അമ്മ. ശ്യാമയും അഖിലിനെയും തമ്മിൽ പിരിച്ച് അഖിലിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യമല്ലേ? വാക്ക് തന്ന കാര്യം ഞാൻ നിറവേറ്റു അമ്മ. മോളെ, എത്രയും പെട്ടെന്ന് തന്നെ അത് വേണം. എന്റെ നെഞ്ചിൽ തീയാ. മോനെ കാണാൻ പറ്റാത്ത സങ്കടം ഒരു വശത്ത്, ഞാൻ അവളുടെ മുന്നിൽ തോറ്റുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിഷമം മറുഭാഗത്ത്. അമ്മ വിഷമിക്കാതെ. അമ്മയെ തോറ്റു കൊടുക്കാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.